അപ്പോൾ ഈ സാജുവിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വേലയും കൂലിയില്ലാതിരിക്കുമ്പോഴാണ് രശ്മിനെ അല്ലേ രശ്മിനെ അടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് നാളെ എന്തെന്നുള്ള ഒരു തീർപ്പില്ല. ഇല്ല ഒന്നുമില്ല, മുമ്പോട്ട് ചിന്തയില്ല. ഞാൻ 24-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അല്ല, വയസ്സിന് കുഴപ്പമുണ്ടായിട്ടില്ല, നമ്മുടെ അവസ്ഥ ഒന്ന് മോശമായതുകൊണ്ട്. അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഞാനും അന്നേരം ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് ഡാൻസും പാട്ടുമായിട്ട് വീടൊന്നുമില്ല. ഒരാൾ രാവിലെ വീട്ടിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം രാവിലെ കുളിച്ച് റെഡിയാകുമ്പോൾ ഒരാളൊന്ന് ബൈക്കിന് കയറ്റിങ്ങനെ അങ്ങ് പോകും. പിന്നെ കറങ്ങിയിട്ട് ഉച്ചയാകുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ കാറിന് വരും, കയറും. പിന്നെ പോയിട്ട് എന്നെ ഒരു നേരത്തെ വന്നു. അപ്പോഴൊക്കെ ജനലും തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ വരണ്ടെന്ന് നോക്കിയിട്ട്. ആ ടൈമിലൊക്കെ വൈഫ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയും എൻ്റെ ഈ ഉഴപ്പത്തരം ഇങ്ങനെ നടക്കണ കലാകാരനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആര് വിളിച്ചാലും അങ്ങ് പോകും, അങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഒരുപക്ഷെ സാജുവിനോട് ഇറങ്ങിപ്പോയതിൽ അവർ പലപ്പോഴും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? ഫസ്റ്റ് ടൈമിലൊക്കെ എന്തെങ്കിലും തോന്നാം, മനുഷ്യനല്ലേ, തോന്നിക്കാണാം. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ വൈഫ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാണ്ടായി പോയനെ, വെറുതെ ഒരു സാജു, അത്രേ ഉള്ളൂ. ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞോ? ഏത് ഇഷ്ടമുണ്ട്? ഇഷ്ടം അത് ഭയങ്കര തമാശായിരുന്നു. അമ്മ തന്നെയായിരുന്നു അടിപൊളിയായത്. ഞാൻ ചെന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ അതിൻ്റെ വൺമുറി എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. കല്യാണത്തിന് വന്നില്ല വൈഫ്. ഞാൻ കല്യാണം പോയി വിളിച്ചായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ കല്യാണം വിളിച്ചു. അപ്പോൾ വന്നില്ല. ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ചേട്ടനല്ലേ, അതൊക്കെയാണ് ചേട്ടൻ്റെ കല്യാണം. അവൻ്റെ ഫസ്റ്റ് നൈറ്റൊക്കെ പൊളിഞ്ഞു പോയില്ല ഞാൻ കാരണം. അപ്പം ഇത് വന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ചൂലെടുത്ത് മോത്രടിക്കുമെന്ന് പറഞ്ഞു. അല്ല, അടുത്ത ഞായറാഴ്ച നിശ്ചയമാണ് വേറെ ചെക്കൻ്റെ വീട്ടുകാരായിട്ട്. അത് ശരി. അപ്പം അതുകൊണ്ടാണ് ചെന്ന് ചോദിച്ചത്. അപ്പം അച്ഛൻ അവിടെ, അച്ഛൻ പറഞ്ഞ അത് ഞങ്ങൾ വേറെ ആലോചിച്ചു, വേറെ എന്തോ വർക്ക് ഞങ്ങൾ വേറെ ആലോചിച്ചു, അല്ലേ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ അടിക്ക് മോത്തിട്ട് ഞാൻ ചൂലെടുത്ത് അടിക്കുന്നു. അപ്പം അപ്പുറത്തെ വീട്ടിൽ എടാ പോടാ ഇറങ്ങിപ്പോടാ, ഇത് അങ്ങനത്തെ ഒരു ഏരിയയാണേ. അവിടെ പോയി രക്ഷപ്പെട്ട ഒരു ചരിത്രത്തിൽ ആദ്യം ഒരു രാവണംകോട്ടയാണ് അത്. എൻ്റെ കൂടെ വന്നേക്കുന്ന ഡാൻസ് പഠിക്കുന്ന 2 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. ചെന്നു അവിടെ ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ അവൻ അമ്മ ഇഷ്ടമില്ലേ, വേണ്ട, ഞാനങ്ങനെ ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ, എൻ്റെ ഒരു താല്പര്യം പറഞ്ഞേ ഉള്ളൂ, ഇല്ലേ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും കൂടി രശ്മിനെ വിളിച്ചുകൊണ്ട് ഓട്ടോയ്ക്ക് കയറ്റി. അപ്പോൾ ശരി അമ്മ ഞാൻ പോകുന്നു, നേരെ ഓട്ടോക്കാർ വിട്ടു. ഓട്ടോ പാഞ്ഞു പോകുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ ഇതിൽ അതിൽ പോയിട്ട് നിങ്ങൾ ഒളിച്ചോടുവാണോ? അപ്പോൾ ഞാൻ അതെ, അന്ന് ഈ വഴി പിടിക്കപ്പെടും, നമുക്ക് വേറെ വഴി പോകുന്നു. ഇത് വേറെ വഴി വിട്ടു. അന്നേരം എൻ്റെ കയ്യിലുള്ള 2 പപ്സാണ്, അത് ഓട്ടോയിൽ വെച്ച് കൊടുത്ത് ഈ പിള്ളേർ നേരെ വന്ന് ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. അഭിലാഷല്ലേ, വേദപുരി എന്ന് പറഞ്ഞ ഹോട്ടൽ നടത്തുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ ഫുള്ള് ചെല്ലും ഞാൻ. അമ്മക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഈ വാതിലിൻ്റെ അവിടെ കട്ടലപ്പടി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് സന്ധ്യയായപ്പോൾ കയറി ചെന്നിക്ക്, ആരാ താജു ഇത്, ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. അപ്പം അമ്മ താഴേക്ക് പോയി. അപ്പം തന്നെ അമ്മ ഫോണെടുത്ത് അവനെ വിളിച്ചു. പിന്നെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ബാക്കി എല്ലാമായി. അപ്പം എൻ്റെ അമ്മ ഇടക്ക് പറഞ്ഞ്, ഈ അമ്മൂമ്മ പാടില്ലാണ്ട് കിടക്കുമ്പോൾ ഞാൻ വൈഫിനെ കൊണ്ട് അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ആരാടാ ഇത്? ഞാൻ പ്രേമിക്കണ വേണ്ട. എപ്പോഴും അമ്മ തമാശക്ക് പറഞ്ഞു, നിനക്കിഷ്ടമാണെന്ന് വിളിച്ചിട്ട് പോരുന്നു പറഞ്ഞു. തമാശക്ക് പറഞ്ഞ പാവം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വൈഫിൻ്റെ വീട്ടിലേക്ക് എല്ലാം ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോകാൻ ആളില്ല, ഞാൻ ഒറ്റക്ക് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോഴും ഒറ്റടി ചതിച്ചല്ല ഭഗവതി എന്ന് പറഞ്ഞു. അതവിടെ സോൾവായി. അതിനുശേഷം പിന്നെ ബാക്കി ആലോചിച്ച് കല്യാണങ്ങളൊക്കെ നടന്നു, എല്ലാം ഭംഗിയായി. ചില്ലറ സാഹസമല്ല, പക്ഷേ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് മൂപ്പർക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞാവുകയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടുതൽ. അല്ല, അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു രശ്മീന, ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഈ പിള്ളേർ കാണിച്ചെന്താ, ഇവരെ വീട്ടിൽ പിന്നെ അവർ നേരെ ഞങ്ങൾ വേറെ വഴി പോയല്ലോ, പിള്ളേർക്ക് വീട്ടിൽ ചെല്ലാതിരിക്കാൻ പറ്റില്ലേ. രശ്മിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി അവിടെ ചെന്ന് വിഷയമാക്കിയ പിള്ളേരെ ചെണ്ടായിരുന്നു വീട്ടുകാരുടെ, എടുത്തിട്ട് തല്ലി. അപ്പം ഈ പെൺകുട്ടികൾ 2 പേരും പറഞ്ഞ് ആൺകുട്ടികൾ 2 പേരുണ്ടായിരുന്നു, അവർ വന്നാൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു 4 കൂടി ഒന്നിച്ചൊന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാന്ന് പറഞ്ഞു. ആ പിള്ളേർ ഞങ്ങൾക്ക് വേണ്ടി കുറേ തല്ലുകൊണ്ട് പാടുന്നത്. ഇപ്പോൾ വലിയ കുട്ടികളാണ്, എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ്. എന്നാലും അവരെ സ്മരിക്കണം തീർച്ചയായിട്ടും. അതില്ല, ഓട്ടോ ചേട്ടനാണ് കലക്കിയത്. ഓട്ടോ ചേട്ടൻ ഇതുവരെ ഞാൻ ആ മനുഷ്യനെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അത് ദൈവം ഒന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി പോരാൻ പറ്റില്ല അവിടെ നിന്ന്. അവിടെ ഒരാൾ കൈ അല്ലെങ്കിൽ രശ്മിയുടെ വീട്ടുകാരോട് എന്തൊരു വൈരാഗ്യം മൂപ്പർക്കുണ്ടായിരുന്നു. അതല്ല, അങ്ങനെ ആയിരിക്കാതെ വഴിയുള്ളൂ. പക്ഷെ അമ്മ ഭയങ്കര എന്നോട് മിണ്ടൊന്നുമില്ലായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത്. അപ്പം അതിനുശേഷം പിന്നെ അമ്മ എന്നാണ് അമ്മ സാജുവായിട്ട് പൊരുത്തപ്പെട്ടത്? അത് ഈ കല്യാണം കഴിഞ്ഞ് നമ്മൾ 5 ദിവസം അവിടെ നിൽക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് തോർത്ത് കെട്ടുമ്പോൾ അമ്മേൻ്റെ മുമ്പിൽ അമ്മേനെ കാണുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ അപ്പം മിണ്ടൂല എന്നോട്. ഭക്ഷണം കൊണ്ടു തന്നാലും വെള്ളം കൊണ്ടു വെച്ചാലും മുഖത്ത് നോക്കൂല, അങ്ങോട്ട് പോകും. ഞാൻ വൈഫിൻ്റെ വല്യമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വരില്ലട്ടോ ഇനി. കഴിഞ്ഞപ്പോൾ അമ്മ അവർക്കുണ്ടാവില്ലേ, ഞാൻ ഇത്ര പോക്കൃത്തരം കാണിച്ചിട്ടല്ലേ.
തലേ തൊട്ട് സത്യം ചെയ്ത അമ്മയുടെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഒക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കായിരുന്നു പറഞ്ഞു. ഇത്ര ഭാഗം ശരിക്കും ഉള്ള കൈ അവിടെ തൊട്ടിട്ടില്ല, തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ അമ്മേനെ പോലും സാജു പിന്നീട് പാട്ടിലാക്കി. ആ അമ്മ പിന്നീട് സാജുവിൻ്റെ ഭാര്യയുടെയും ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പിന്നെ ഞാൻ അമ്മയെ വിട്ടിട്ടില്ല. എൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ അമ്മയെ ഇങ്ങോട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ ലേക്ഷോറിൽ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. അത് 55 വയസ്സേ ഉള്ളൂ. അത് കാരണം